Hello friends, welcome to the channel. 𝙑𝙞𝙙𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു റിവ്യൂ പോലെയാണ് നമ്മുടെ ഒരു വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിനെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ കാർഡ് ആപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൺ സ്കോർ ആപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മളിപ്പോൾ ഞാൻ ഫസ്റ്റ് ബില്ല് പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. ഫസ്റ്റ് ബിൽ പേയ്മെൻറ്റ് ജനറേറ്റ് ആയ ഫസ്റ്റ് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ നമുക്ക് എന്താ പറയുക വെൽക്കം റിവാർഡ്സ് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു ബില്ല് അടയ്ക്കുക ജനറേറ്റ് ആയിട്ടില്ല. എനിക്ക് ശരിക്കും 16th ഡേറ്റ് ഒക്കെ 17th ഡേറ്റ് ആയിട്ടാണ് ബിൽ ജനറേഷൻ ഡേറ്റ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് അടയ്ക്കാനുള്ള ഡേറ്റ് ഒരു എന്താ പറയുക നെക്സ്റ്റ് മന്ത് ആയിട്ട് ഒരു 3rd 4th ഡേറ്റ് ഒക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് അടയ്ക്കാറായിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ EMI കൺവേർഷൻ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ അത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാർഡ് അതുപോലെ വൺ കാർഡ് ഫെഡറൽ ബാങ്കിൻ്റെ കാർഡിനൊന്നും ഡയറക്റ്റ് EMI കൺവേർഷൻ നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊന്നും ഇല്ല. പക്ഷേ നമുക്ക് ഒരു സൈറ്റിൽ കയറിയിട്ട് ആപ്പിൽ കയറിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നേ അതിൽ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാർഡ് വരുന്നത്. വൺ കാർഡ് മെറ്റൽ കാർഡാണ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാർഡാണ്, NFC കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ അത്യാവശ്യം നല്ലോണം ഉപയോഗിച്ചു. പിന്നെ വിസ സിഗ്നേച്ചറിൻ്റെ കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ നമ്മളൊന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തൊരുപേക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കാണാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ എൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൺ കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഓട്ടോ വന്നിട്ടുണ്ട്, അതിൻ്റെ സൗണ്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളതിൻ്റെ ഡെലിവറിങ് വീഡിയോ അപ്ലൈൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 months ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബില്ല് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വെൽക്കം ഗിഫ്റ്റിൻ്റെ റിവാർഡ് പോയിൻറ്റ്സിനെ കുറിച്ച് അതിൻ്റെയൊക്കെ നമ്മളൊരു ഓവറോൾ റിയൽ എക്സ്പീരിയൻസിൻ്റെ ഒരു ഷെയറിങ് റിവ്യൂ പോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആപ്പ് കാണിച്ചു തരാം. നമ്മൾ ആപ്പ് ഹൈഡ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ആപ്പ് ഇതാണ്. ഞാൻ ഫിംഗർ പ്രിൻറ്റ് ലോക്കിങ് കൊടുത്തേക്ക് നന്നായിട്ട് ഞാൻ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ട് അപ്പോൾ ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആപ്പാണ്, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി അപ്പോൾ ഈ മന്തിൽ എനിക്ക് 10,000 സംതിങ് ആയിട്ടുണ്ട് ഓൾറെഡി. ഫസ്റ്റ് ബില്ലിൻ്റെ നിങ്ങൾക്ക് കൂടെ കാണാം. ഓൾറെഡി ബിൽ പേ എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇത് നമ്മുടെ സൈഡിലത്തെ കുറച്ച് ഡീറ്റെയിൽസിൽ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മളെന്താ പറയുക ബ്ലർ ചെയ്തിട്ടാണ്. പിന്നെ നമ്മുടെ ഫുൾ റീസെൻറ്റ് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കുന്നുണ്ട്. റീഫണ്ടും കറക്റ്റായിട്ട് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിവാർഡ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ നെക്സ്റ്റ് ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ബിൽ പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കയറിവിടാം. പിന്നെ നമുക്ക് EMI ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. കൺവേർട്ട് യുവർ പർച്ചേസസ് ഇൻറ്റു ഈസി EMI എന്നിട്ട് ഇവിടെ കാണാം. പിന്നെ നമുക്ക് ഫുൾ കൺട്രോൾസ് ഇതൊക്കെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ആപ്പ് ഫുൾ പരിചയപ്പെട്ടതാണ്. എനിക്ക് ആക്ച്വലി ഇപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ഇതിൻ്റെ റിവാർഡ് പോയിൻറ്റ്സിനെ കുറിച്ചായിരുന്നു. എന്തായാലും ഇവിടെ അതിപ്പോൾ 23 പോയിൻറ്റ്സ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഓഫേഴ്സ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ നമുക്ക് buy one get one ടിക്കറ്റ് ഫ്രീ വന്നിട്ടുണ്ട്, അപ് ടു 300 rupees വരെ. അതുപോലെ ജോയ് ആലുക്കാസിൽ 3000 ഓഫർ ഡയമണ്ട് ഡെലിവറി വന്നിട്ടുണ്ട്. സ്വിഗ്ഗിയിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും 40% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ അത് വൺസ് അല്ല, നമുക്കിപ്പോൾ ഒരു വർഷം മാത്രമല്ല ഈ ഓഫർ കിട്ടുന്നത്, എപ്പോഴും അതിൽ ഓഫർ എടുക്കുന്നുണ്ട് തീരും. ഞാൻ ഇപ്പോൾ തന്നെ ഒരു 3-4 വട്ടം ഓൾറെഡി സ്വിഗ്ഗിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. അതുപോലെ ഗ്രോസേഴ്സിൽ സ്വിഗ്ഗി, ഇൻസ്റ്റൻറ്റ് മാർട്ടിൽ, ടാറ്റ ക്ലിക്കിൽ, ബുക്ക് മൈ ഷോ ഇതാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് കാരണം അതിൻ്റെ ഓഫേഴ്സും സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിവാർഡ് പോയിൻറ്റ്സ് എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. യൂസ് പോയിൻറ്റ്സ് ഒരു സംഭവം ഒന്നുമില്ല, നമുക്കിതിലുണ്ട്. അതിൻ്റെ ആക്ച്വലി ഇപ്പോൾ പോയിൻറ്റ്സ് ഒന്നും ഇല്ല. ഇതിപ്പോൾ എൻ്റെ സംഭവം നമുക്കിതിൽ 100 പോയിൻറ്റ് വരെ ഉണ്ടെങ്കിൽ കോയിൻസ് വരെ ഉണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ അപ്പോൾ തന്നെ 10 രൂപയ്ക്ക് റിഡീം ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അപ്പോൾ തന്നെ 10 രൂപയുടെ റിഡീം ചെയ്തിട്ട് നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇപ്പോൾ പെൻഡിങ് നമ്മുടെ പേയ്മെൻറ്റ് ലിസ്റ്റിലുണ്ടല്ലോ അതിലേക്ക് പോയിട്ട് അത് മൈനസ് ആവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസിനെ പറ്റി എന്തെങ്കിലും പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ പേയ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ സാധനം കാർഡും ആ പോയിൻറ്റ്സ് കൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ മന്തിലേക്ക് അങ്ങനെ ഇല്ല എന്നുണ്ട്. ഫസ്റ്റ് മന്തിലേക്ക് അങ്ങനെ കുറേ ഉണ്ട്. പെയ്ഡ് വിത്ത് പോയിൻറ്റ്സ് ഉണ്ട് 10 രൂപ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട് ഇവിടെ, ഇനിയുണ്ട് കുറേ ഉണ്ട്. ഞാൻ കുറേ അങ്ങനെ പെയ്ഡ് വിത്ത് പോയിൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. പെയ്ഡ് വിത്ത് പോയിൻറ്റ്സ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെയ്ഡ് വിത്ത് പോയിൻറ്റ്സ് എന്നുള്ള പോയിൻറ്റ്സൊക്കെ ഞാൻ അതിൽ ഓൾറെഡി കാർഡാക്കി ഓൾറെഡി ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പെയ്ഡ് വിത്ത് പോയിൻറ്റ് 50 രൂപ അങ്ങനെ കുറേ ഉണ്ട്. ഞാനൊരു ഫ്ലിപ്കാർട്ടിൻ്റെ ഫുൾ പേയ്മെൻറ്റ് പെയ്ഡ് വിത്ത് പോയിൻറ്റ്സ് 179 രൂപ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എനിക്കത് ഇതിൻ്റെ പോയിൻറ്റ് പരിപാടികളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമുക്ക് ഇതിങ്ങനെ ഓൾറെഡി നമ്മുടെ പോയിൻറ്റ്സിൻ്റെ ഓൾറെഡി 5x മൾട്ടിപ്ലയർ എന്നിട്ട് നമുക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്യുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിക്കുന്നുണ്ട് യു അൺലോക്ക് 5x മൾട്ടിപ്ലയർ ദിസ് മന്ത്
യു ആർ എലിജിബിൾ ഫോർ 99.25 ഓൺ ടോപ്പ് 2 കാറ്റഗറി സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ഗ്രോസറീസിനും ഷോപ്പിങ്ങിനാണ് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത്. അത് മാറിക്കൊണ്ടിരിക്കട്ടെ, നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന അനുസരിച്ച് അത് മാറണമെന്നുണ്ട്. പിന്നെ സ്റ്റാമ്പ്സും കാര്യമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആക്ടിവിറ്റി കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ്, പോയിൻറ്റ്സ് വന്നത്, പോയിൻറ്റ്സ് റിവേഴ്സ് ചെയ്തത്, എന്നുവെച്ചാൽ റിവേഴ്സ് പറഞ്ഞാൽ റീഫണ്ട് വന്നതുണ്ട്, അതിനെ കുറിച്ചാണ് കാണുന്നത്. ഫുൾ പോയിൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടെ കാണാം, യൂസ് ഡീറ്റെയിൽസ്. എന്തായാലും നമുക്ക് ആപ്പ് വിടാം. അപ്പോൾ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞെങ്കിൽ ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയും. എന്താ വെച്ചാൽ ഇതുവരെയായിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. NFC ഫുള്ള് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒറ്റ സ്ഥലത്ത് റിജക്ഷൻ വരുന്നില്ല, കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആപ്പും അത് ശരിക്കും ബീറ്റ ടെസ്റ്റിങ്ങിൽ ഒരു ആപ്പാണ് സത്യം പറഞ്ഞാൽ OneCardൻ്റെ. പക്ഷേ എന്നാലും ഒരു എറർ പോലും എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അതാണ് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചാറ്റ് ചെയ്ത് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് സംഭവം പ്രൊവൈഡ് ചെയ്തെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിനല്ല കോൺടാക്ട് ചെയ്യുന്നത്, OneCardനാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോഡൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പിന്നെ ഫെഡറൽ ബാങ്കായിട്ട് കൊടുക്കുന്നുണ്ട്, SBM ബാങ്കായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആയിരിക്കും മോസ്റ്റ്ലി കേരളയിൽ വരിക. എനിക്ക് പക്ഷേ ഡെലിവറി ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ എൻ്റെ ഏരിയയിൽ തൃശ്ശൂരിൽ. പക്ഷേ നമുക്ക് കാർഡ് 1 വീക്കിൽ തന്നെ കിട്ടുകയും ചെയ്തു. എനിക്കൊരു അഡ്രസ്സ് ചേഞ്ചും സംഭവം, അഡ്രസ്സ് ചേഞ്ച് അല്ല, അഡ്രസ്സ് ഫുൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകുന്നില്ല. എന്നിട്ടും പക്ഷേ അവർ പറഞ്ഞു ഈ ഈ പിൻകോഡ് ഡെലിവറിയബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കറക്റ്റായിട്ട് ഡെലിവറി ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ സൂപ്പറായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പറയാം. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാർഡിൻ്റെ ക്വാളിറ്റിയും ഭയങ്കരമാണ്, ആപ്പിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, അവരുടെ കസ്റ്റമർ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൾറെഡി 2-3 കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. വേറെ നമ്മുടെ RBLൻ്റെ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, HDFC അങ്ങനത്തെ കുറേ കാർഡുകളൊക്കെ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഈ മെറ്റൽ കാർഡും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോസ്റ്റ് പേ കാർഡ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാർഡും ഇതിൻ്റെ കാർഡും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സെയിമാണ്, പക്ഷേ മെറ്റൽ കാർഡാണ്. ഇത് നമുക്ക് വ്യത്യാസമുണ്ട്. ഇതൊരു 16 ഗ്രാം ഉണ്ടായിരിക്കും, ഇത് വേണമെങ്കിൽ 2 ഗ്രാം 1 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് പൊട്ടും, ഇത് പൊട്ടില്ല. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കാർഡിന്. അപ്പോൾ ആൾക്കാർ നമുക്കിത് കൊടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീലാണ് ആൾക്കാർ. സൂപ്പർ സാധനം നോക്കാൻ ഒരു വലിയ പ്രീമിയം കാർഡൊക്കെയാണ് വിചാരിച്ചിട്ട് ആൾക്കാർ നോക്കണം. നമ്മൾ കൊടുക്കുന്നവരൊക്കെ ആ ഫീലിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം, നല്ല കാർഡ് തന്നെയാണ്, ഒരു പ്രോബ്ലം ഇല്ല. OneCard എന്ന് പറയുമ്പോൾ അതിൻ്റെ പുതിയ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇത് മടിയിലായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. OneCard അവരുടെ OneScore എന്ന സാധനം ആദ്യം ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കാണണമെങ്കിൽ നിങ്ങൾക്ക് പ്രീ അപ്ലോഡ് ആണെങ്കിൽ അതിൽ ഓൾറെഡി വരും കേട്ടോ. അപ്പോൾ OneCardന് അത് കഴിഞ്ഞിട്ട് OneCardൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോർമൽ ഫോർമാലിറ്റി വെച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ കാർഡ് വെർച്വൽ കാർഡ് ആക്ടിവേറ്റ് ആവും. അവർ അഡ്രസ്സിലേക്ക് ഒരു 1 വീക്കിനുള്ളിൽ ഡെലിവറി ആവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്താ വെച്ചാൽ ഗ്യാരണ്ടി ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വേറെ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത്ര ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു റിവാർഡ് സിസ്റ്റവും അതുപോലെ ആ ആപ്പുമാണ്. ശരിക്കും ഒരു ആപ്പ് എന്നൊരു സ്മാർട്ട് ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി ആപ്പാണ്. എല്ലാ ഫീച്ചേഴ്സും അതിൽ തന്നെ ഉണ്ട്, പെട്ടെന്ന് കിട്ടുന്നുണ്ട്, ഒരു എറേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. നോർമൽ ബാങ്കിൻ്റെ ആപ്പ് പോലും ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ആവില്ല. ഇതിനൊന്നും അങ്ങനത്തെ ഇതൊരു പ്രോബ്ലം വന്നിട്ടില്ല. നമ്മളൊരു ദിവസം എത്ര വർഷം കയറിയാലും ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അതുപോലെ ഞാൻ സ്ഥിരം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് എല്ലാ കാർഡിലും. അപ്പോൾ അതും ചെയ്യുമ്പോഴും ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ബാക്കി എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ഓഫ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇടയ്ക്ക് കയറാണ്ടാവണം, അങ്ങനെ പ്രോബ്ലം കാര്യങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരോട് നല്ലൊരു ക്വാളിറ്റി ആപ്പും നല്ലൊരു ക്വാളിറ്റി സർവീസും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യും. എന്തായാലും നമ്മുടെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഏത് വെച്ച് തെറ്റിയിരിക്കേണ്ട. അപ്പോൾ എന്തായാലും ഇതിന് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്താക്കുമെന്നാണ്. അപ്പോൾ ഞാൻ മുമ്പ് നമ്മൾ ഓൾറെഡി ഡെലിവറി വീഡിയോ അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് OneCard എന്നൊരു ആപ്പും OneScore എന്നൊരു ആപ്പും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്താക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി കാണിക്കും, അല്ലെങ്കിൽ ആ ഒരു പെൻഡിങ് ലിസ്റ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എലിജിബിൾ അല്ലാതെ കാണിക്കും കേട്ടോ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവരെ പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.